നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും സംസ്ഥാന സർക്കാരും കേരള ഗവർണറും കൊമ്പുകോർക്കുമോ എന്നുള്ളതാണ്. കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിൽ ഒരു സ്ഥിതികൾ വളരെ തടുപ്പൻ മട്ടാണ്. വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഇപ്പോഴത്തെ ഗവർണർ ആർലേക്കറിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാർ തലവേദനയായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ എപ്പോഴും അത് അങ്ങനെ ആകണമെന്നില്ല. എപ്പോൾ വേണമെങ്കിലും സംസ്ഥാന സർക്കാരും കേരള രാജ്ഭവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാം. ഇപ്പോൾ പുറത്തു വരുന്നതും അതിനുള്ള ഒരു സാധ്യതയാണ്. ഇനി ഗവർണറുമായി ഉടക്കാൻ നിന്നാൽ തന്റെ കയ്യിലുള്ള ബില്ലുകളെല്ലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രപതിക്ക് അയക്കും, ഇല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജിലാക്കും. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിശ്ചയിച്ച 3 മാസം സമയപരിധി സുപ്രീം കോടതി തന്നെ റദ്ദാക്കിയതോടെയാണ് സർക്കാർ പ്രതിസന്ധിയിലായത്. പഴയ പോലെ ബില്ലുകളിൽ ഗവർണറുടെ തീരുമാനം കാത്തിരിക്കുകയേ ഇനി വഴിയുകയുള്ളൂ. തീരുമാനം ഗവർണർ അകാരണമായി നീട്ടിക്കൊണ്ടുപോയാൽ ഇടപെടുമെന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് ഏക ആശ്വാസം. ബില്ലുകൾ പിടിച്ചുവെക്കാൻ ഗവർണർക്ക് വിവേചന അധികാരമില്ലെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചത് സർക്കാരിന് നേട്ടമെന്ന് സർക്കാർ തന്നെ പറയുന്നു. നിയമസഭയ്ക്കുള്ള അധികാരം കോടതി ഊട്ടിയുറപ്പിച്ചെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. എന്നാൽ സുപ്രീം കോടതിയുടെ വിധിന്യായം മറ്റൊന്നായതിനാൽ സർക്കാരിന് ഇനി ഗവർണറുടെ കാലിൽ തന്നെ പിടിക്കണം. വിധി വന്നതോടെ ഇനി ഗവർണറുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന ആശങ്കയിലാണ് സർക്കാർ. ഗവർണർ സർക്കാർ അധികാര തർക്കമാണ് നിയമസഭ പാസാക്കിയ ഒട്ടേറെ ബില്ലുകൾ അനിശ്ചിതത്വത്തിലാവാനുള്ള കാരണം. VC നിയമനത്തിലുള്ള സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന് മേൽക്കൈ ലഭിക്കുന്ന സർവകലാശാല ഭേദഗതി ബിൽ നേരത്തെ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. രാഷ്ട്രപതി അതും തിരിച്ചയച്ചു. സ്വകാര്യ സർവകലാശാല ബില്ലും പ്രോ ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധികാരം കൂട്ടുന്ന സർവകലാശാല ഭേദഗതി ബില്ലും പിന്നീട് വന്നു. ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ടിരിക്കുകയാണ് ഗവർണർ. നയപരമായ എതിർപ്പില്ലാത്തതിനാൽ സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി ലഭിച്ചേക്കാം. പക്ഷേ സർവകലാശാലകളിൽ നേരിട്ട് ഇടപെടാൻ മന്ത്രിക്ക് അധികാരമുള്ള ബിൽ തള്ളാനാണ് സാധ്യത. ഇത് ഗവർണറുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടാൽ VC യോഗം വിളിക്കണമെന്ന വ്യവസ്ഥയുള്ള ബില്ലും VC നിയമനത്തിന് 5 അംഗ സെർച്ച് കമ്മിറ്റിയുമായ ഡിജിറ്റൽ സർവകലാശാല ഭേദഗതി ബില്ലും നിയമസഭ പാസാക്കി ഗവർണർക്ക് അയച്ചെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇതും വൈകാതെ രാഷ്ട്രപതിക്ക് അയച്ചേക്കാം. കൃഷിക്കും മനുഷ്യജീവനും ഭീഷണിയാവുന്ന വന്യജീവികളെ കൊല്ലാൻ വ്യവസ്ഥയുള്ള വന്യജീവി ഭേദഗതി ബില്ലും സ്വകാര്യ ഭൂമിയിൽ ചന്ദന കൃഷി അനുവദിക്കുന്ന ബില്ലും കേന്ദ്ര നിയമവുമായി ബന്ധമുള്ളതിനാൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടാൻ സർക്കാർ തന്നെ ഗവർണറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മലയാള ഭാഷാ ബില്ലിനും പുറമെ പെർഫോമൻസ് ഓഡിറ്റിനു പകരം സോഷ്യൽ ഓഡിറ്റ് ഏർപ്പെടുത്താനും പട്ടിക വിഭാഗ സംവരണത്തിൽ പുതിയ മാനദണ്ഡം നിശ്ചയിക്കാനുമുള്ള തദ്ദേശ ബില്ലുമൊക്കെയാണ് ഗവർണറുടെ പരിഗണനയിലുള്ളവ. സർക്കാരിനെ കൂസാതെ VC നിയമനങ്ങൾക്ക് ഗവർണർ നടപടി തുടങ്ങിയിരിക്കുകയാണ്. സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത്. കാലിക്കറ്റിലെ വിജ്ഞാപനത്തിൽ ഗവർണറെ ചോദ്യം ചെയ്ത ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സർക്കാർ. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ സുപ്രീം കോടതി രൂപവൽക്കരിച്ച സെർച്ച് കമ്മിറ്റി ഗവർണറും ചോദ്യം ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഗവർണറുടെ അധികാരങ്ങൾ കൃത്യമായി നിർവചിച്ച സാഹചര്യത്തിൽ കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ സൂക്ഷിച്ചു മാത്രമേ ഇടപെടുകയുള്ളൂ. ഇതും സർക്കാരിന്റെ പ്രതീക്ഷകൾ കെടുത്തി. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് സംബന്ധിച്ച് ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും സമയക്രമം നിശ്ചയിക്കാൻ കോടതിക്കാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇവർ തീരുമാനമെടുക്കാതിരുന്നാൽ ബില്ലുകൾക്ക് അനുമതി നൽകിയതായി കണക്കാക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. ഈ വിഷയത്തിൽ രാഷ്ട്രപതിയുടെ റഫറൻസിനുള്ള മറുപടിയിലാണ് 5 അംഗ ബെഞ്ച് ഏകകണ്ഠമായി അഭിപ്രായം അറിയിച്ചത്. ഇതോടെ ഗവർണർമാരും രാഷ്ട്രപതിയും പരമാവധി 3 മാസത്തിനകം ബില്ലുകളിൽ തീരുമാനമെടുക്കുമെന്ന തമിഴ്നാട് കേസിലെ 2 അംഗ ബെഞ്ചിന്റെ വിധി അപ്രസക്തമായി. കാരണം വിശദീകരിക്കാതെ ഗവർണർമാർ ബില്ലുകളിൽ ദീർഘകാല നടപടി എടുക്കാതിരുന്നാൽ കോടതിക്ക് പരിമിതമായി ഇടപെടാമെന്ന് ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. യുക്തിസഹമായ സമയപരിധിക്കകം തീരുമാനമെടുക്കാൻ ഗവർണർക്ക് പരിമിതമായ നിർദ്ദേശങ്ങളും നൽകാം. അപ്പോഴും ഗവർണറുടെ വിവേചനാധികാരം സംബന്ധിച്ച് കോടതി നിരീക്ഷണങ്ങൾ നടത്തരുത്. ഇതിൽ പരിമിതമായ ഇടപെടൽ എന്ന വാക്ക് ശ്രദ്ധിച്ചു വായിക്കണം. ബില്ലുകൾ നിയമമാകും മുമ്പ് അതിന്റെ ഉള്ളടക്കത്തിൽ ഒരു തരത്തിലും കോടതിക്ക് ഇടപെടാനാകില്ല. ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ അധികാരങ്ങൾക്കോ ഉത്തരവുകൾക്കോ പകരമാകാൻ കോടതിക്ക് കഴിയില്ല. നിയമസഭ പാസാക്കിയ നിയമം ഗവർണറുടെ അനുമതിയില്ലാതെ നടപ്പാക്കില്ല. ബില്ലുകളിലെ തീരുമാനങ്ങളിൽ മന്ത്രിസഭയുടെ ശുപാർശ പാലിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല. എന്നാൽ കോടതി നടപടികളിൽ നിന്ന് ഗവർണർമാർക്കുള്ള പരിരക്ഷ അവരുടെ ഓഫീസിനില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. ഗവർണർ ബില്ലുകൾ തടയുന്നതായി പരാതിപ്പെട്ട് തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് JB പർദിവാലയും R മഹാദേവനും ഉൾപ്പെടുന്ന ബെഞ്ച് ഏപ്രിൽ 8 പുറപ്പെടുവിച്ച വിധിയുടെ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതി 14 നിയമപ്രശ്നങ്ങൾ ഉന്നയിച്ച് സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടിയത്. ഇതിൽ ചീഫ് ജസ്റ്റിസിന് പുറമെ ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, വിക്രംനാഥ്, PS നരസിംഹ, AS ചന്ദൂകാർ എന്നിവർ കൂടി ഉൾപ്പെട്ട ബെഞ്ച് 10 ദിവസം വാദം കേട്ടു.
തമിഴ്നാട് വിധിയെ കേരളം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ അനുകൂലിച്ചെങ്കിലും കേന്ദ്രവും എൻഡിഎയും ഭരണ സംസ്ഥാനങ്ങളും ശക്തമായി എതിർത്തു. രാഷ്ട്രപതിയുടെ ചോദ്യങ്ങളും സുപ്രീം കോടതിയുടെ മറുപടിയും ഇതാണ്. ഒന്ന്, ഒരു ബിൽ ലഭിച്ചാൽ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം അതിൽ ഗവർണർക്ക് എന്തെല്ലാം ചെയ്യാനാകും? ഗവർണർക്ക് 3 തീരുമാനങ്ങളാണ് എടുക്കാൻ കഴിയുക. 1, ബില്ലിന് അനുമതി നൽകുക. 2, രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുക. 3, അനുമതി നൽകാതെ കുറിപ്പ് സഹിതം നിയമസഭയ്ക്ക് തിരിച്ചയക്കുക. മണി ബിൽ അല്ലാത്ത പക്ഷം മാത്രമേ മൂന്നാമത്തത് ചെയ്യാനാകൂ. 2, അനുച്ഛേദം 200 പ്രകാരം അനുവദനീയമായ ഏത് സാധ്യതകൾ ഉപയോഗിക്കുമ്പോഴും മന്ത്രിസഭയുടെ സഹായ ഉപദേശം നടപ്പാക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ടോ? മേൽപ്പറഞ്ഞ 3 കാര്യങ്ങൾ ചെയ്യാനും ഗവർണർക്ക് വിവേചന അധികാരമുണ്ട്. അനുച്ഛേദം 200 പ്രകാരമുള്ള ഇക്കാര്യങ്ങളിൽ മന്ത്രിസഭയുടെ ശുപാർശ പാലിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല. 3, അനുച്ഛേദം 200 പ്രകാരം ഗവർണർ ഭരണഘടനാപരമായ വിവേചന അധികാരം ഉപയോഗിക്കുന്നത് കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമാണോ? ഗവർണറുടെ നടപടികൾ കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമല്ല. ഗവർണറുടെ തീരുമാനത്തിന്റെ ശരി തെറ്റുകളിലേക്ക് കോടതിക്ക് കടക്കാനാവില്ല. എന്നാൽ ദീർഘവും വിശദീകരിക്കാത്തതും അനിശ്ചിതവുമായ നിഷ്ക്രിയത്വം വ്യക്തമാക്കുന്ന സാഹചര്യങ്ങളിൽ യുക്തിസഹമായ സമയപരിധിക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് ഗവർണർക്ക് പരിമിതമായ നിർദ്ദേശങ്ങൾ നൽകാൻ കോടതിക്ക് കഴിയും. അപ്പോഴും ഗവർണറുടെ വിവേചന അധികാരം സംബന്ധിച്ച് കോടതി നിരീക്ഷണങ്ങൾ നടത്തരുത്. ഇനി ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത് ഇതാണ്: ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയക്രമം നിർദ്ദേശിക്കാൻ കോടതിക്ക് അധികാരമില്ല. ഇവർ ബില്ലുകൾ വൈകിപ്പിച്ചെന്ന് കരുതി അവയ്ക്ക് അനുമതി നൽകിയതായി കണക്കാക്കാനും ആവില്ല. ബില്ലിലെ തീരുമാനത്തിൽ മന്ത്രിസഭയുടെ ശുപാർശ പാലിക്കാൻ ഗവർണർക്ക് ബാധ്യതയില്ല. എന്നാൽ ഗവർണർ കാരണം വ്യക്തമാക്കാതെ ദീർഘകാലം ബില്ലുകൾ തടഞ്ഞുവെച്ചാൽ കോടതിക്ക് പരിമിതമായി ഇടപെടാം. തമിഴ്നാട് ഗവർണർ ആർ രവി ബില്ലുകൾ തടഞ്ഞുവെക്കുന്നുവെന്ന കാട്ടി തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിൽ ഏപ്രിൽ 8-ന് സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ വിധിയാണ് റഫറൻസിലേക്ക് നയിച്ചത്. ഗവർണറും രാഷ്ട്രപതിയും പരമാവധി 3 മാസത്തിനകം ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്നും അല്ലാത്തപക്ഷം അവയ്ക്ക് അനുമതി നൽകിയതായി കണക്കാക്കാമെന്നായിരുന്നു വിധി. ഗവർണർ ബില്ലുകൾ വൈകിപ്പിച്ചതിനെതിരെയും സുപ്രീം കോടതിയെ സമീപിച്ച പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. പിന്നീട് തമിഴ്നാട് കേസിലെ വിധി വന്നതോടെ അത് തങ്ങൾക്കും ബാധകമാണെന്നാണ് കേരളത്തിന്റെ നിലപാട്. റഫറൻസ് നിലനിൽക്കില്ലെന്നും കേരളം വാദിച്ചു. എന്നാൽ റഫറൻസ് നിലനിൽക്കില്ലെന്ന വാദം സുപ്രീം കോടതി തള്ളി. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ചിന്റെ തീരുമാനം 5-അംഗ ഭരണഘടനാ ബെഞ്ച് തള്ളിയത് ചരിത്രപരമാണ്. രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളടങ്ങിയ റഫറൻസിനാണ് സുപ്രീം കോടതി മറുപടി നൽകിയത്. ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യം കോടതിക്ക് നിർദ്ദേശിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ സുപ്രധാന വിധി. തമിഴ്നാട് നിയമസഭ പാസാക്കിയ ചില ബില്ലുകൾ ഗവർണർ അനുമതി നൽകാതെ പിടിച്ചുവെക്കുകയും രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ ആ ആവശ്യം അംഗീകരിച്ച ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ച് ബില്ലുകളിൽ ഒപ്പുവയ്ക്കാൻ ഗവർണർക്കും രാഷ്ട്രപതിക്കും 3 മാസത്തെ സമയപരിധി അനുവദിക്കുകയായിരുന്നു. ഗവർണർ തീരുമാനമെടുക്കാതെ പിടിച്ചുവെച്ച ബില്ലുകൾ കോടതിക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. ഭരണഘടനാ തത്വങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് ആ വിധിയെന്ന് പല കോണുകളിൽ നിന്നും വിമർശനമുയർന്നു. രാഷ്ട്രീയ പ്രേരിതമായ ആവശ്യങ്ങൾ അംഗീകരിച്ച ജുഡീഷ്യറി അധികാര പരിധി ലംഘിച്ചിരിക്കുകയാണെന്നും നിയമജ്ഞർ ചൂണ്ടിക്കാണിച്ചു.